സമ്പന്നനാകുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തിലൂടെ ഏതൊരു വ്യക്തിക്കും സമ്പന്നനാകാൻ കഴിയും. അതിനുള്ള ഏറ്റവും ശരിയായ മാർഗമാണ് ഓഹരി നിക്ഷേപം. ഓഹരി നിക്ഷേപത്തിലൂടെ നമുക്ക് ദീർഘകാലം കൊണ്ട് അളവറ്റ സമ്പത്ത് നേടാൻ കഴിയും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 1980 ഇറങ്ങിയ വിപ്രോയുടെ ഓഹരികൾ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു പഴയ കഥയാണ്. 1980 ഈ കഥ നടക്കുന്നത്. അന്ന് മഹാരാഷ്ട്രയിലുള്ള അൻവർ എന്ന വ്യക്തി ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ബ്രോക്കർ എത്തി വിപ്രോയുടെ ഓണറായിട്ടുള്ള അസീം പ്രേംജിയുടെ വീട് അന്വേഷിച്ചു. അൻവർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അസീം പ്രേംജിയെ അന്വേഷിക്കുന്നത്? ആ ബ്രോക്കർ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിപ്രോയുടെ ഷെയറുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നു, അതിനാണ് അദ്ദേഹത്തെ അന്വേഷിക്കുന്നത്. ഈ വിപ്രോയുടെ ഷെയറുകൾ വാങ്ങിച്ചാൽ എനിക്കെന്ത് കിട്ടും? അൻവർ ചോദിച്ചു. ഈ അൻവറിന് അസീം പ്രേംജിയെ അറിയാം. അപ്പോൾ ബ്രോക്കർ പറഞ്ഞു, വിപ്രോയുടെ ഷെയറുകൾ മേടിച്ചാൽ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഉടമയും മാറാം. അപ്പോൾ അൻവറിന് ഉത്സാഹമായി. അൻവർ പറഞ്ഞു, എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, ആ പൈസ കൊണ്ട് എനിക്കും വിപ്രോയുടെ ഷെയർ വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ബ്രോക്കർ പറഞ്ഞ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ അൻവർ 1980 വിപ്രോയുടെ ഷെയറുകൾ 10,000 രൂപയ്ക്ക് വാങ്ങി. ഈ 10,000 രൂപയുടെ ഷെയറുകളുടെ ഇന്നത്തെ മൂല്യം, അതായത് 1980 വിപ്രോയിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന മൂല്യം എന്ന് പറയുന്നത് 1200 കോടിയാണ്. അതായത് ഏകദേശം 46 വർഷം കൊണ്ട് വിപ്രോ എന്ന ഷെയർ 10,000 രൂപയെ 1200 കോടിയായി മാറ്റി. ലോകത്ത് ഒരിടത്തും ഇത്രയും വലിയ സമ്പദ് വർധനവ് വേറൊരു നിക്ഷേപ മാർഗത്തിലും നമുക്ക് ലഭിക്കുകയില്ല. ഇങ്ങനെ നിരവധി നിക്ഷേപങ്ങൾ ഓഹരി വിപണിയിൽ സമ്പത്ത് വർദ്ധിപ്പിച്ച കഥകളുണ്ട്. അതിലൊന്നാണ് ഇൻഫോസിസിൻ്റെ കഥ. 1994 ഇൻഫോസിസിൻ്റെ ഷെയറുകൾ ഓഹരി വിപണിയിൽ ഇറങ്ങിയത്. 10,000 രൂപ അന്ന് ഇൻഫോസിസിൽ 1994 നിക്ഷേപിച്ചായിരുന്നെങ്കിൽ 10 വർഷം കഴിഞ്ഞപ്പോൾ ആ 10,000 രൂപ ഏകദേശം 3 കോടിയായി മാറി. ഇതുതന്നെയാണ് ജിയോജിത്തും ചെയ്തത്. 1994 ജിയോജിത്തിൽ നിക്ഷേപിച്ച 10,000 രൂപ ഏകദേശം ഇൻഫോസിസിൻ്റെ പോലെ തന്നെ 3 കോടിക്ക് അടുത്തായി മാറി. അതുപോലെ തന്നെ നിരവധി ഓഹരികളുടെ കഥ ഇനിയും പറയാറുണ്ട്. റെഡിങ്ടൺ, നമുക്കറിയാം. റെഡിങ്ടൺ എന്ന് പറഞ്ഞ ഷെയർ 2007 2008 അതിൻ്റെ IPO വന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചവർക്ക് 10 വർഷം കൊണ്ട് അത് 100 ഇരട്ടിയായി മാറി. അതായത് 1 കോടി രൂപയായി മാറി. ഈ അടുത്ത കാലത്തും ഇത്തരമൊരു എക്സാമ്പിൾ എനിക്ക് പറയാനുണ്ട്. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ്, ട്രാൻസ്ഫോമർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയിൽ ഏകദേശം 1 ലക്ഷം രൂപ നിക്ഷേപിച്ചവർക്ക് 5 വർഷം കൊണ്ട് 1 കോടി 70 ലക്ഷം രൂപ ലഭിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത വാരി എനർജിയുടെ വേറൊരു സഹോദര സ്ഥാപനമാണ് വാരി റിന്യൂവബിൾസ്. അതും 2018 IPO മാർക്കറ്റിലെത്തിയത്. ഇത്രയും വർഷം കൊണ്ട് 10 മടങ്ങ് വർധനയാണ് ആ ഓഹരിയിലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ കഥകളാണ്. നമുക്ക് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സമ്പത്ത് സൃഷ്ടിക്കാം എന്ന് മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. ഇനി ഇങ്ങനെയുള്ള ഓഹരികളുണ്ടോ, മാർക്കറ്റിലുണ്ടോ? ഏറ്റവും കൂടുതൽ സമ്പത്ത് സൃഷ്ടിച്ച ഓഹരികളാണ് ഈ ബ്രോക്കറേജ് കമ്പനികളുടെ ഓഹരികൾ. ഞാൻ നേരത്തെ പറഞ്ഞ ജിയോയിത്ത് 10 വർഷം കൊണ്ട് 10,000 രൂപയെ 3 കോടിക്ക് അടുത്താക്കി മാറ്റി. അതേപോലെ തന്നെ വേറൊരു ഓഹരിയാണ് ഇന്ത്യ ഇൻഫോലൈൻ. അതും നിക്ഷേപക സമ്പത്ത് അനേകം മടങ്ങ് വർദ്ധിപ്പിച്ചു. വേറൊരു ഓഹരിയാണ് ഈദൽവൈസ്, മോട്ടിലാൽ ഓസ്വാൾ. ഇങ്ങനെ ബ്രോക്കറേജ് കമ്പനികളുടെ ഓഹരികൾ നിക്ഷേപകർക്ക് 10 മടങ്ങ് വർധനയാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഓഹരികളുണ്ടോ മൾട്ടി ബാഗർ ആവാൻ ചാൻസ് ഉള്ളത്? അതിലൊന്നാണ് കെയ്ൻസ് ടെക്നോളജി.
കെയ്ൻസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ 882 രൂപയ്ക്കാണ് അതിൻ്റെ IPO, ഏകദേശം 800 റേഞ്ചിലാണ് അതിൻ്റെ IPO വന്നത്. ഇപ്പോൾ അതിൻ്റെ വില 6000-അടുത്താണ്. അതിനിയും 10 മടങ്ങ് വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട്. വേറൊരു ഓഹരിയാണ് ഓറിയാന പവർ. ഏകദേശം 200 രൂപയ്ക്ക് അടുത്താണ് ഈ ഓറിയാന പവറിൻ്റെ IPO വന്നത്. അതിൻ്റെ ഇപ്പോഴത്തെ വില ഏകദേശം 2000 രൂപയാണ്. ഇനിയും അത് 10 മടങ്ങ് വർദ്ധിക്കാനുള്ള ചാൻസ് ഉണ്ട്. വേറൊരു ഓഹരിയാണ് ഡാം ക്യാപിറ്റൽ. ഡാം ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രോക്കറേജ് അതുപോലെ മർച്ചൻ്റ് ബാങ്ക് സ്ഥാപനമാണ്. ഇതിൻ്റെ ഓഹരി വില ഇപ്പോൾ ഏകദേശം 280 രൂപയാണ്. ഇതും 10 മടങ്ങ് വർദ്ധിക്കാനുള്ള ചാൻസുകളുണ്ട്. അതുപോലെ യാതൊരു ഭയവും കൂടാതെ നിക്ഷേപിക്കാവുന്ന ചില ഓഹരികളാണ് ക്യാംസ്, CDSL, KFin ടെക്നോളജി, BSE തുടങ്ങിയവ. ഇനി വരുന്ന വർഷങ്ങളിൽ ഇത് നമുക്ക് മൾട്ടി ബാഗർ റിട്ടേൺസ് തരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ജുവലറി സെക്ടറിൽ PN ഗാഡ്ഗിൽ എന്ന് പറഞ്ഞൊരു ജുവലറി, അതും ഭാവിയിൽ മൾട്ടി ബാഗർ റിട്ടേൺസ് തരാനുള്ള ഓഹരിയാണ്. നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ടറുടെ ഇൻറ്റഗ്രിറ്റി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് കുറഞ്ഞ വളർച്ചാ സാധ്യതയുള്ള ഓഹരികൾ നിക്ഷേപിച്ചാൽ മാത്രമേ ഇങ്ങനെ നമുക്ക് സമ്പത്ത് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.